ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് ബാഡിലേക്ക് സ്വാഗതം. നൊത്തോലി വടയാണ് തയ്യാറാക്കണത്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ നമ്മുടെ നൊത്തോലി വടയ്ക്ക് എടുക്കാം. ഞാനത് 4 പച്ചമുളക് ചതയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കൂടെ ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ നൊത്തോലി വടയ്ക്ക് ഞാൻ 2 സവാള ചെറുത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടു, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇഞ്ചി ചതച്ചത് അതിലൊത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന നൊത്തോലി ഇതിലിട്ട് കൊടുക്കാം. ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉപ്പൊക്കെ പിടിച്ച് റെഡി ആവാനായിട്ട് വയ്ക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് നൊത്തോലി ഇവിടെ റെഡി ആയിക്കൊണ്ട് നമുക്കൊന്ന് വട തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വടയുടെ ഷേപ്പിൽ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ചോറിനാനൊക്കെ നല്ല രുചിയാണിത്. നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നൊത്തോലി വട ഇവിടെ റെഡി ആയി. ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.